കേരളത്തിന്റെ വ്യാപാര ഭൂപടത്തിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന നഗരമാണ് കോഴിക്കോട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി തീപിടുത്തങ്ങളുടെ ഒരു പരമ്പര തന്നെ നഗരത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പാളയത്തെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ജയലക്ഷ്മി സിൽക്സിലുണ്ടായ വൻ തീപിടുത്തം നഗരത്തിന്റെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങളിലെ വെല്ലുവിളികളെയും നിയമലംഘനങ്ങളെയും വീണ്ടും ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. ഈ സംഭവത്തിൽ ഫയർ ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും വ്യാപാരി സംഘടനകളുടെ ജില്ലാ പ്രതിഷേധവും നഗരവാസികളുടെ ആശങ്കകളും ഏറെ ഗൗരവകരമായ വസ്തുതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഫയർ ഓഫീസറുടെ കണ്ടെത്തലുകൾ പ്രകാരം ജയലക്ഷ്മി സിൽക്സിലെ തീപിടുത്തം സംബന്ധിച്ച് ജില്ലാ ഫയർ ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് കെട്ടിടത്തിനുള്ളിലെ അശാസ്ത്രീയമായ വസ്ത്ര സംഭരണമാണ്. സാധാരണഗതിയിൽ ഒരു കെട്ടിടത്തിന് അനുവദിക്കപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള സ്റ്റോക്ക് മാത്രമേ അവിടെ പാടുള്ളൂ. എന്നാൽ ജയലക്ഷ്മിയിലെ ഗോഡൌണിലും വിൽപ്പനശാലയിലും വസ്ത്രങ്ങൾ അമിതമായി കുത്തി നിറച്ച നിലയിലായിരുന്നുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. തീപിടുത്തം ഉടൻ തന്നെ ഉണ്ടായ കെട്ടിടത്തിലെ ആധുനിക അഗ്നിശമന സംവിധാനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയത് ആശ്വാസകരമായ വസ്തുതയാണ്. എന്നാൽ വസ്ത്രങ്ങൾക്കിടയിൽ വായു സഞ്ചാരമില്ലാത്ത രീതിയിൽ അവ അടുക്കി വച്ചിരിക്കുന്നതിനാൽ വെള്ളം കൃത്യമായി തീയുടെ ഉറവിടത്തിലേക്ക് എത്തിയില്ല. പുറമേ കെട്ടടങ്ങിയെന്ന് തോന്നുമെങ്കിലും തുണികൾക്കിടയിൽ കനലുകൾ അവശേഷിക്കുകയും അത് വീണ്ടും ആളിപ്പടരുകയും ചെയ്തു. സുരക്ഷാ ഉപകരണങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചിട്ടും തീ അണയ്ക്കാൻ ഫയർഫോഴ്സിന് മണിക്കൂറുകളോളം പണിപ്പെടേണ്ടി വന്നത് ഈ അമിത സംഭരണം മൂലമാണെന്നും റിപ്പോർട്ടടക്കം വ്യക്തമാക്കുന്നുണ്ട്. അഗ്നിബാധയുടെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ വിപുലമായ അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ ഫയർ ഓഫീസറുടെ റിപ്പോർട്ടിന് പുറകെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, കോഴിക്കോട് കോർപ്പറേഷൻ എന്നിവർ വെവ്വേറെ അന്വേഷണങ്ങൾ നടത്തുന്നുമുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആണോ തീപിടുത്തത്തിന് കാരണമെന്ന് കണ്ടെത്താൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ വിവിധ പരിശോധനയും ഇന്ന് നടക്കും. കൂടാതെ അട്ടിമറി സാധ്യതകളോ മറ്റ് ബാഹ്യ ഇടപെടലുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തുന്നുണ്ട്. സ്ഥാപനത്തിന്റെ മാനേജർ നൽകിയ പരാതിയിൽ ടൗൺ പോലീസ് ഇതിനോടകം കേസെടുത്തിട്ടുമുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിനിടെ നഗരത്തിൽ 40ഓളം വലിയ തീപിടുത്തങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കോഴിക്കോടിന്റെ വ്യാപാര സ്ഥിരാകേന്ദ്രമായ മിഠായി തെരുവ് പലതവണ ചാരമായിട്ടുണ്ട്. കളക്ടറേറ്റ്, മെഡിക്കൽ കോളേജ് കെട്ടിടം തുടങ്ങിയ അതീവ സുരക്ഷ വേണ്ട ഇടങ്ങളിൽ പോലും തീപിടുത്തങ്ങൾ ഉണ്ടായി. ഓരോ തവണ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും ഭരണകൂടവും അധികൃതരും വലിയ വാഗ്ദാനങ്ങൾ നൽകാറുമുണ്ട്. എന്നാൽ ജയലക്ഷ്മിയിലെ സംഭവം സൂചിപ്പിക്കുന്നത് ഈ വാഗ്ദാനങ്ങൾ പലതും ഇന്നും കടലാസ് തന്നെയാണെന്നാണ്. മിഠായി തെരുവിൽ വലിയ അപകടങ്ങൾ നടന്നപ്പോൾ നഗരത്തിലെ ഹൈഡ്രന്റ് സംവിധാനം സ്ഥാപിക്കും, ഇടുങ്ങിയ തെരുവിലേക്ക് ചെല്ലാൻ കഴിയുന്ന ചെറിയ ഫയർ എഞ്ചിനുകൾ ലഭ്യമാക്കും എന്നിങ്ങനെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇത്തരം നീക്കങ്ങൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. നഗരത്തിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയിൽ വ്യാപാര സംഘടനകൾ കടുത്ത പ്രതിഷേധത്തിലാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികൾക്കാണ് അവർ തയ്യാറെടുക്കുന്നത്. നഗരത്തിലെ പ്രധാന ഫയർ സ്റ്റേഷന് സ്വന്തമായി ഒരു കെട്ടിടം പോലും ഇല്ലെന്ന വസ്തുത അവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. താൽക്കാലിക സംവിധാനങ്ങളുമായി എത്ര കാലം മുന്നോട്ട് പോകുമെന്നാണ് വ്യാപാരികളുടെ ചോദ്യം. പഴയ കെട്ടിടങ്ങൾ നവീകരിക്കാനോ അഗ്നിശമന സേനയ്ക്ക് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല. നഗരവാസികളും വ്യാപാരികളും ഒരുപോലെ സുരക്ഷാ ഭീഷണിയിലുമാണ്. മിഠായി തെരുവ് നവീകരണത്തിന്റെ ഭാഗമായി നൽകിയ പല ഉറപ്പുകളും പാലിക്കപ്പെട്ടിട്ടുമില്ല. ഇതിനെതിരെ മന്ത്രിമാരെ നേരിട്ട് കണ്ട് പരാതി നൽകാനാണ് സമിതിയുടെ തീരുമാനം. ലാഭത്തിനു വേണ്ടി മാത്രം കെട്ടിടം നിർമ്മിക്കുന്ന ഉടമകളും കൃത്യമായ പരിശോധന നടത്താത്ത ഉദ്യോഗസ്ഥരും ഈ ദുരന്തങ്ങൾക്ക് ഒരുപോലെ ഉത്തരവാദികളാണെന്ന പൊതുജന അഭിപ്രായവും ശക്തമാണ്. ജയലക്ഷ്മിയിലെ തീപിടുത്തം ഒരു മുന്നറിയിപ്പാണ്. വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളെ തടയാൻ ചില കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധിത അഗ്നിസുരക്ഷാ ഓഡിറ്റ് നടത്തണം. ഗോഡൌണുകളിൽ അനുവദനീയമായ സ്റ്റോക്ക് പരിധി കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കോഴിക്കോട് നഗരത്തിന്റെ വിസ്തൃതിക്കും ജനസാന്ദ്രതയ്ക്കും അനുസൃതമായി എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു ഫയർ സ്റ്റേഷൻ സമുച്ചയം അടിയന്തരമായി നിർമ്മിക്കണം. നഗരത്തിലെ ഇടുങ്ങിയ വഴികളും കെട്ടിടങ്ങളുടെ സവിശേഷതകളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് അഗ്നിശമന സേനയ്ക്ക് ലഭ്യമാക്കണം. നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ വെള്ളം ലഭ്യമാക്കുന്ന ഹൈഡ്രന്റുകൾ സ്ഥാപിക്കുകയും അവ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. നഷ്ടങ്ങൾ സംഭവിച്ച ശേഷം മാത്രം ഉണരുന്ന ഭരണകൂട ശൈലിക്ക് മാറ്റം വരണം. കെട്ടിട ഉടമകളും വ്യാപാരികളും ലാഭത്തിനപ്പുറം മനുഷ്യജീവന്റെ വില മനസ്സിലാക്കി സുരക്ഷാ നിയമങ്ങൾ പാലിക്കണം. കോഴിക്കോട് നഗരത്തിന്റെ സുരക്ഷ കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ പ്രായോഗികമായി നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതോറിറ്റി ഇനിയെങ്കിലും കണ്ണു തുറന്നില്ലെങ്കിൽ നഗരം ഒരു വലിയ ചാരക്കൂമ്പാരമായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല.